സുപ്രഭാതം ദിനപത്രത്തിലെ CPIM പരസ്യത്തിൽ ജീവനക്കാർക്ക് ശാസന. സുപ്രഭാതത്തിലെ ജീവനക്കാർക്ക് വീഴ്ചയും ശ്രദ്ധക്കുറവും ഉണ്ടായെന്ന് പത്രത്തിന്റെ ചെയർമാന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ വിലയിരുത്തി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിലെ പരസ്യ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ്. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ, ഏറ്റവും നിർണായകമായ ഒരു പൊളിറ്റിക്കൽ സാഹചര്യത്തിൽ ഒന്നാം പേജിൽ വരുന്ന ഒരു ഫുൾ പേജ് ഒരു ജാക്കറ്റ് പരസ്യത്തിൽ ജീവനക്കാരുടെ ശ്രദ്ധക്കുറവ് എന്നതാണോ ആ പത്രത്തിന്റെ വിലയിരുത്തൽ? സമീർ, ഹാഷ്മി, ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ വലിയ ചർച്ചയാതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിലെ ആ പരസ്യം. CPM-ന് അനുകൂലമായിട്ടുള്ള CPM സ്ഥാനാർത്ഥി P. സരിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു ആ പരസ്യം. ആ പരസ്യം പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾക്ക്, വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. സംസ്ഥയിലെ ഒരു വിഭാഗം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിക്കുകയും ചെയ്തു. വർഗീയ ധ്രുവീകരണത്തിന് ഇടവെക്കുന്നതായിരുന്നു അത്തരം പരസ്യം എന്നുള്ള ഒരു വിമർശനമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രഭാതത്തിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷൻ രൂപീകരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പും അതുപോലെ തന്നെ അന്വേഷണവും നടത്തുകയും ചെയ്തത്. ആ അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. അതിൽ പ്രധാനമായും പറയുന്നത് ജീവനക്കാർക്ക് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ടായി, ശ്രദ്ധക്കുറവുണ്ടായി. സമസ്തയുടെയും സുപ്രഭാതത്തിന്റെയും നയങ്ങൾക്ക് വ്യതിചലിച്ചുകൊണ്ടാണ്, നയങ്ങളെ തീർത്തും ഭിന്നിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ആ ഒരു പരസ്യം പ്രസിദ്ധീകരിച്ചത്. അത്തരം സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്ന് കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റിംഗ് വിഭാഗത്തിലെ 2 ഉദ്യോഗസ്ഥർക്കും 2 ജീവനക്കാർക്കും അതുപോലെ തന്നെ ന്യൂസ് വിഭാഗത്തിലെ 2 ജീവനക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം ചോദിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം തേടുകയും ചെയ്തു. ആ വിശദീകരണത്തിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിക്കൊണ്ട് ശാസിച്ചിരിക്കുന്നത്. സുപ്രഭാതം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു ശാസന. തൽക്കാലം ഈ ശാസനയിൽ നടപടി അവസാനിപ്പിക്കുന്നു എന്നാണ് ജിഫ്രി തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. തുടർന്നും ഇത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാവുകയാണെങ്കിൽ കർശന നടപടി ഉണ്ടാകും എന്നും ജിഫ്രി തങ്ങൾ അറിയിക്കുന്നുണ്ട്. ഹാഷ്മി, ഓക്കെ. അത്രയും പൊളിറ്റിക്കലി ചാർജഡായ കേരളത്തിലെ ഭരിക്കുന്ന മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു പരസ്യം അതിൻ്റെ ഒന്നാം പേജിൽ വരുന്നത് ഏതാനും ജീവനക്കാർക്ക് മാത്രം അറിഞ്ഞുകൊണ്ടാണോ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഓക്കെ.